അപ്പോൾ നമ്മുടെ യാത്ര പോവാണ് അല്ലേ? നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞു കൊടുക്കാം നമ്മുടെ യാത്ര പോവാണ്. ഇത് നമ്മുടെ സുഹൃത്താണ്, പക്ഷെ അദ്ദേഹം വരുന്നില്ല. ഇത് നമ്മുടെ നോയിച്ചേട്ടൻ വരുന്നോ? ആണോ? വരുന്നോ? നമ്മുടെ അനിയൻ, അവൻ വരുന്നില്ല. നമ്മൾ പോകുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധ്യതയുണ്ട്. അനുവാണ് എന്നെ കൊണ്ടുവരാൻ വന്നതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അനുവിനെ കാണിച്ചപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ പോയല്ലോ. പേര് കേട്ടപ്പോ അപ്പൊ ഞങ്ങൾ പോകുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാവശ്യം നമ്മൾ പോകുന്ന എങ്ങോട്ടാണ് ന്യൂസ് നമ്മുടെ തേക്കടി കൊടൈക്കനാല് നമ്മുടെ മൂന്നാർ ആപ്പുഴ കയറിയുള്ളൊരു മനോഹരമായ അതിമനോഹരമായ സിനിമാറ്റിക് യാത്രയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അപ്പൊ നമ്മളോട് ചിലപ്പോൾ ഒരാളെ ജോയിൻ ചെയ്യും, അത് അങ്ങോട്ട് എന്നിട്ട് നമുക്ക് ഏതായാലും പറയാം. ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ അനൂപ് സാറാണ്. അനൂപ് നമ്മളോടുണ്ട്. അപ്പൊ നമുക്കൊരു യാത്ര പോയാലോ? അപ്പൊ വെൽക്കം ടു കേരള തമിഴ്നാട്. നമുക്ക് എത്ര രൂപ നോക്കാം. ഇതിനകത്ത് ഇപ്പം പെട്രോൾ ഇല്ലല്ലോ, അല്ല ഡീസൽ ഇല്ലല്ലോ. പെട്രോളാ അതാണ് ഡീസൽ ഉറപ്പ് ഡീസൽ അതിന് അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഈ വണ്ടിയുടെ കാര്യം പറയുന്നത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ. എത്രയാണ് നമുക്ക് അടിച്ചു നോക്കാം. ഫുൾ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് കട്ട് ഓഫ് ആയി. ഏകദേശം 4130 രൂപ, 43 ലിറ്റർ. അതുകൊണ്ട് എവിടം വരെ പോവാൻ നമുക്ക് നോക്കാം അല്ലേ? അടുത്ത അടിക്കുമ്പോൾ നമ്മൾ പറയാം കറക്റ്റ്. സമയം 6:30 ആയതേ ഉള്ളൂ. അപ്പം നമ്മളൊരു ചങ്ങുണ്ട്, മനോജ് വഴിപ്പിടി, അവനാണ് കൂടെ വരാമെന്ന് പറഞ്ഞു. അവൻ പറ്റിച്ചു. അപ്പം അവൻ മലപ്പുറത്തെങ്ങാണ്ട് പോയിട്ട് വരുന്ന വഴിയാണ്. ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് 2 ചായ കുടിച്ചാലോ, കാര്യം കുടിച്ചാലോ. ബോണ്ടയും ചായയൊക്കെ റെഡി ആയിട്ടാണ് അനുഭവം. ബാ കഴിക്കാം. ഒന്നാമതൊരു ചായ കേട്ടോ, സൂപ്പർ ചായ. അതുപോലെ നല്ല ഒന്നാമതൊരു ബോണ്ട ഉണ്ടാക്കി വെച്ചേക്കുന്നു. നമ്മളാണെത്തിയേക്കാണ്. അങ്ങോട്ട് റോഡിൽ വിശേഷങ്ങൾ ബാക്കി നമുക്ക് വഴിയേ പറയാം. അപ്പൊ നമ്മുടെ ആളെത്തിയേക്കാണ്. അവൻ ഇന്ന് മലപ്പുറത്ത് പോയേക്കാന്ന് പറഞ്ഞു. കുറെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു. എവിടെയായിരുന്നു ഇന്നലെ? നമ്മുടെ മലപ്പുറത്ത് പുത്തനത്താണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയുണ്ടായിരുന്നു. കടയുടെ ഒരു ഉദ്ഘാടനമായിരുന്നു. അത് വന്നപ്പോഴത്തേക്കും താമസിച്ചു പോയി. പിന്നിച്ചന്റെ വായിരിക്കുന്ന കുറെ കേട്ട് ഞാൻ അനുഭവിച്ചു. പക്ഷെ എന്നാലും സമയം കൃത്യത പാലിക്കുക എന്ന് പറയുന്നത് അതിച്ചിരി പാടുള്ള കാര്യമാണ്. പക്ഷെ അത് ഞാൻ എത്ര മെനക്കെട്ടിട്ടാണെങ്കിലും ഞാൻ അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട്. ഒരു 1 മണിക്കൂർ, വെറും 1 മണിക്കൂർ ഡിലേ ആക്കിയിട്ടുള്ളു. എന്തായാലും അത് ഉറപ്പായിട്ടും പഠിക്കും. ഉറപ്പായിട്ട് ഞാൻ പാടുകയും ചെയ്യും. 1 2 അല്ല, 10,000 പാട്ട് പാടും. 10,000 പാട്ട്. നമുക്ക് നേരെ ഈരാറ്റോട്ട വഴി വാഗമൺ. മനോജ് താമസം എന്ന് പറഞ്ഞാലും നമ്മള് ട്രാക്ക് കയറി. ഞാൻ രജനീകാന്തിന്റെ ഫാനാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ നമ്മള് നേരെ ഇന്ത്യൻ കോഫി ഹൗസ് കാഞ്ഞിരത്തിലെ മേടി. ഒത്തിരി നാളെ ചുമന്ന മസാല ദോശ കഴിച്ചിട്ടില്ലേ? കാരണം ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഒറിജിനൽ ഇന്ത്യൻ കോഫി ഹൗസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കിട്ടും. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം അല്ലേ? നേരെ കാണാം. അങ്ങനെ ഞങ്ങൾ ഒന്നാന്തരം മസാല ദോശ കഴിക്കണം. ചുമന്ന മസാല ദോശ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മനോജ് കാണിച്ചു കൊടുത്ത ചുമന്ന കളർ കാണിച്ചു കൊടുത്തേ. ചുമന്നെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ചുമന്നതല്ല, ചുമപ്പ് കളറുള്ള മസാല ദോശ ഉണ്ടാവും. അതൊക്കെ ബീട്രൂട്ടാണ് കണ്ടന്റ്. ബീട്രൂട്ടും കിഴങ്ങും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള സാധനമാണ്. അതിനെക്കൊണ്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ സാധനം. നല്ല വട, നല്ല ഉഗ്രം മൊരിഞ്ഞ വട. അത് ഈ വെള്ള ചമ്മന്തിക്കകത്തും ഈ സാമ്പാറിനകത്തും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അതാണ് പറഞ്ഞ. എന്നിട്ട് വേണം ഇത് കഴിക്കാൻ. സൂപ്പറാ. അടിപൊളി. കാരണം ഈ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഇന്ത്യൻ കോൺഗ്രസിന്റെ മസാല. ഈ ബീട്രൂട്ടിന്റെ അല്ലേ? ബീട്രൂട്ടിന്റെ വേറെ കിട്ടാറില്ല. ഫുഡൊക്കെ കഴിച്ചു. നല്ല സെറ്റ്, അടിപൊളി. നല്ല മസാല ദോശയും കാപ്പിയും അല്ലേ? നല്ല മുട്ട പുഴുങ്ങിയത്. മുട്ട പുഴുങ്ങി നീ മാത്രമല്ലേ കഴിച്ചുള്ളൂ, ഞങ്ങൾ കഴിച്ചിട്ടില്ല. അനുവിനെ കഴിച്ചു. പിന്നെ മുട്ടയല്ലേ? മുട്ടക്കറി. ഞങ്ങൾ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഞാൻ മുട്ട കഴിച്ചില്ല. ഏതായാലും കുഴപ്പമില്ല. അതുകൊണ്ട് യാത്ര ഇനി നേരെ ഈരാറ്റുപേട്ട വഴി നമ്മുടെ സ്ഥലത്തിന്റെ പേരാ വാഗമൺ. നേരെ വാഗമൺ.
നമ്മളെ കറങ്ങി തിരിച്ച് നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഇവിടെ തീക്കോയിലാണ്. ഇത് എന്റെ സ്വന്തം പെങ്ങളാണ്. ഹരാര പറഞ്ഞില്ല, അളിയനും ഇവിടെ ഇല്ല, പുള്ളി റിസോർട്ടിലാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ കയറും. അപ്പം ഇതാണ് ഇവരുടെ വീടും പരിസരമൊക്കെ നല്ല മനോഹരമായ സ്ഥലം. എസ്തെറ്റിക്സ്. അതെ, ഒരേ ഒരു സ്റ്റൈൽ അല്ലേ. പെങ്ങളെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മനോഹരാഗ്രഹം പേരയ്ക്ക. ഒന്നാമത്തെ കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരക്കയാണ്. വിഷാംശമില്ലാതെ. ഇപ്പൊ നീ ആ കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ എന്തോരം പൂരിടാനും എല്ലാം അടിച്ച് ഇങ്ങോട്ട് വാ. ഒന്നാമതിനും പേരയ്ക്ക നാച്ചുറൽ സാധനം. അതെ, സൂപ്പർ. ഇതിനകത്ത് നോ ഇൻഗ്രീഡിയൻസ്, നോ വിഷം, ഒരു സാധനമില്ല, ഗുണങ്ങൾ മാത്രം. കണ്ടത് വളരെ സന്തോഷം കേട്ടോ. അതായത് നമ്മള് ഈ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴേ കാണാറുള്ളൂ. ഏതായാലും ഇവിടെ വന്നു, നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരെ അളിയൻ്റെ അടുത്തോട്ട് റിസോർട്ടിലോട്ട് പോകണം. പള്ളി ഏതാണെന്നറിയോ? ഇതാണ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഈ പള്ളിയെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഇതാണ് നമ്മുടെ ലേല സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി ഇവിടെ നേർച്ചയിടുക ഒരു മെഴുകുതിരി സീനില്ലേ, അതിനകത്ത് അത് ഈ പള്ളിയാണ്. ഈ കുരിശിൻ തൊട്ടിയാണ് അതിന്റെ സംഭവം. പള്ളി മുകളിലാണ്, ഈ കുരിശിൻ തൊട്ടിയാണ് ഷൂട്ട്. ഈ മുകളിലോട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ലേല സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ വാഗമണ് പോകുന്ന റൂട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഒന്ന് നേർച്ചയിടാൻ വേണ്ടി കയറിയതാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ അല്ലേ ഈ പള്ളി. അപ്പോൾ നമ്മൾ വാഗമണ്ണിനുള്ള യാത്രയിലാണല്ലേ. അപ്പം നല്ല മനോഹരമായ സ്പോട്ട് നമ്മൾ കണ്ടെത്തി. കാരണം നമ്മൾ ഇവിടെ മേളിൽ നിന്ന് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴേന്ന് വണ്ടി കയറി വരുന്നത് ഇങ്ങനെ നല്ല രസം. KSRTC ഒക്കെ വരുന്ന കാണാം. ഭയങ്കര രസമാണ്. അത് നല്ലൊരു പ്രദേശമാണ്. ഇവിടെ നിന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. നല്ല മനോഹരമായ ഒരു സ്ഥലം, കിടു സ്ഥലം അല്ലേ. ഇവിടെ ലേലത്തിൻ്റെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഒത്തിരി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, നല്ലൊരു സ്ഥലം. ഇവിടെ റോഡൊക്കെ കണ്ടില്ല, അടിപൊളി. അപ്പോൾ ഇതേ നമ്മൾ വാഗമണിലുള്ള യാത്രയാണ്. ഇതാണ് നമ്മുടെ ലിൻസിമോടെ ഭർത്താവ്, നമ്മുടെ സ്വാമി, നമ്മുടെ അളിയനാണ്. നമ്മുടെ റിസോർട്ടാണ് ഇത് അല്ലേ. ഇത് ഇതിന്റെ പേര് ഗ്രീൻ പാലസ് റെസിഡൻസി. ഇപ്പൊ ഭയങ്കര തിരക്കുണ്ടോ? നല്ല തിരക്കുള്ള സമയം അല്ലേ. ആണ് സീസൺ എന്ന് പറയുന്നത് ഈ മഞ്ഞൊക്കെ സീസൺ പറയുന്നത് മെയ് തൊട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അതാണ് ഒരു മഴക്കാലം തുടങ്ങുന്ന ഒരു സമയം. നല്ല മഞ്ഞും കയറി നിൽക്കും, കാലാവസ്ഥ നല്ല തണുപ്പുണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പകല് ചൂടുള്ള സമയമല്ലേ, വൈകിട്ട് കുഴപ്പമില്ല, ക്ലൈമറ്റിലല്ലേ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇതാണ് റിസോർട്ടും കാര്യങ്ങളെല്ലാം. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ അപ്പുറത്ത് ഇതുണ്ടല്ലോ പാർക്ക്, തങ്ങൾപ്പാറ, അവിടെ മൊട്ടക്കുന്ന്, അതൊക്കെ ഇവിടുത്തെ അതെല്ലാം ഒരു 3 കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങളാണ്. അതിന്റെ അവിടെയാണ് ഈ ഗ്രീൻ പാലസ് റെസിഡൻസി ഉള്ളത്. എല്ലാ സൈറ്റ് സീയിങ്ങുകളും ഒരു 3 കിലോമീറ്ററിനുള്ളിൽ സ്ഥലങ്ങളുണ്ടാവും. അത് കഴിഞ്ഞോട്ടെ നമ്മൾ നേരെ ഇവിടെ കുട്ടിക്കാനത്ത് ചെന്നിട്ട് കുട്ടിക്കാനം തേക്കടി, അതാണ് ഇന്നത്തെ സ്റ്റേ. അയ്യോ ഞങ്ങൾ അങ്ങ് പോകണം. കാരണം നമുക്ക് കമ്പം പോകണം നാളെ. അത് കുഴപ്പമില്ല, ഞങ്ങൾ വേറെ അവസരത്തിൽ വരാം. വിളിയാ ശരി എന്നാ. ഓക്കെ സമച്ച. ഓക്കെ. ഞങ്ങൾ ഈ പോക്കിൽ വേറെ ഉദ്ദേശം കൂടെ നല്ല ഫോട്ടോഗ്രാഫി വരുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഫോട്ടോഗ്രാഫി. കുറച്ച് പരുന്തൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവൻ്റെ ഫോട്ടോ വരുന്നതിന് അവനെ നിശ്ചലമായിട്ട് നിൽക്കുന്നില്ല, ആനന്ദിച്ച് നടക്കാം. അതെ അതെ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, പുലി ഇറങ്ങുന്ന സ്ഥലം കൂടെ. അതിൻ്റെ മുകളിലത്തെ ഏലക്കാടൊക്കെയാണ്. പക്ഷേ തൊട്ട് പുറകിലോട്ട് നോക്കി എന്നാ മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് അല്ലേ. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയ തേയിലത്തോട്ടങ്ങൾ കുറയും. പക്ഷേ ഈ വാഗമണ്ണി പ്രദേശത്തൊക്കെ നല്ല തേയിലത്തോട്ടങ്ങളാണ്. ഒരു നല്ലൊരു ടീ പ്ലാന്റേഷൻ അതിരിക്കുന്നുണ്ട്. ടൈഫോർട്ട് എന്നൊരു ടീ പ്ലാന്റേഷൻ്റെ ഇതാണിത്. ഇത് കണ്ടോ, എന്നാ മനോഹരമാണ്, ബ്യൂട്ടിഫുൾ അല്ലേ. ബംബാസ്റ്റിക്.
ഈ മാങ്ങ സൂപ്പർ അല്ലേ? നമ്മുടെ ചെറിയൊരു കടയാണ്, പക്ഷെ അവിടെ ഒരു ചെറിയ കടയാണ്. മാങ്ങയുണ്ട്, മാങ്ങ മേടിച്ചാണ്. ഉണ്ട്, നല്ല ഇതുണ്ട്, കൈതച്ചക്ക ചെത്തിയിട്ട് ഉപ്പിട്ടു മുളക് പൊടി ഇട്ട് വെച്ചിരിക്കുന്നു. സൂപ്പർ സാധനം, നല്ലതാണ്, അടിപൊളി അടിപൊളി സാധനം, അടിപൊളി. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇതുവരായിട്ടും കുട്ടിക്കാനം എത്തിയിട്ടില്ല. നമ്മുടെ അളിയൻ്റെ വീട്ടിൽ ചെന്നു, റിസോർട്ട് വന്നു, അതുവഴിയൊക്കെ നല്ല മനോഹരമായ നയനമനോഹര കാഴ്ചകൾ നമ്മൾ ഡ്രോൺ ബുക്കെ കണ്ടു. അതെ, ഇനി തുടർന്നും വരുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ കൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അല്ലാതെ സാറേ, ഇനിയിപ്പോൾ തുടർന്ന് നമ്മൾ കുട്ടിക്കാനം, പീരുമേട്, കുമളി, തേക്കയിലാണ് നെക്സ്റ്റ്. അപ്പോൾ അത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ തുടർന്ന് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.